ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ്സിൻ്റെ ഉലൂമുദ്ദീനിൻ്റെ ഒരു വാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ വായിച്ച് ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഹിജ്റ വർഷ കലണ്ടർ നടപ്പിലാക്കിയത് ആരാണെന്നാണ്. ആരുടെ ഭരണപ്രവർത്തനങ്ങളിലാണ് ഹിജ്റ വർഷ കലണ്ടർ നടപ്പിലാക്കിയത്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണപ്രവർത്തനങ്ങളുടെ കാലത്താണ്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. 20 റക്അത്തുള്ള തറാവീഹ് നിസ്കാരം ഒരു ഇമാമിൻ്റെ കീഴിൽ പുനഃക്രമീകരിച്ചു. മസ്ജിദുൽ ഹറാമും മസ്ജിദുൻ നബവിയും വിശാലമാക്കി. അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു എന്നത് ടിക്ക് ചെയ്യാം. അടുത്ത എന്താണ്? നാവ് കൊണ്ട് ചെയ്യുന്ന ദോഷങ്ങളിൽ ഒന്ന്. നാവ് കൊണ്ട് ചെയ്യുന്ന ദോഷങ്ങളിൽ ഒന്നാണെന്ത്? അഴീബത്ത്. അപ്പോൾ അത് ടിക്ക് ചെയ്യാം. അടുത്തത് എന്താണ്? ഹൈറുണ്ടാകുമ്പോൾ വേണം. എന്താണ്? ഹൈറുണ്ടാകുമ്പോൾ ശുക്ർ ചെയ്യണം. നല്ല കാര്യങ്ങളുണ്ടാകുമ്പോൾ അല്ലാഹു തആലയോട് നന്ദി രേഖപ്പെടുത്തണം. അതാണ് ഹൈറുണ്ടാകുമ്പോൾ ശുക്ർ ചെയ്യണം. അടുത്തത് എല്ലാ നന്മയിലും മുൻകടന്നവർ. ആരാണ് എല്ലാ നന്മയിലും മുൻകടന്നവർ? അസിദ്ദീഖു ശബ്ബാഖു ബിൽ ഹൈർ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ നന്മയിലും മുൻകടന്നവരാണ്. അപ്പോൾ ഇവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നത് ടിക്ക് ചെയ്യാം. അടുത്തത് സിദ്ദീഖ് വിലക്ക് വാങ്ങി മോചിപ്പിച്ചു. ആരെയായിരുന്നു? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ്. അടുത്തത് റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുക്കിയ സൈന്യത്തലവൻ ഉസാമ റളിയല്ലാഹു അൻഹു. അപ്പോൾ അത് ടിക്ക് ചെയ്യാം. ഇനി ചേരുംപടി ചേർക്കാനാണ്. എന്താണ്? 10 വർഷവും 6 മാസവും ഭരിച്ചു. ആരാണ് 10 വർഷവും 6 മാസവും ഭരിച്ചത്? ഏത് ഖലീഫയാണ്? ഓപ്ഷൻ ഡി, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അത് ഡി എഴുതാം. അടുത്തത് എന്താണ്? യർമൂക്ക് ഇസ്ലാമിക ഭരണത്തിന് കീഴിലാക്കി. ആരായിരുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ പ്രവർത്തനങ്ങളിലാണ്. അപ്പോൾ അത് ഓപ്ഷൻ ഇ എന്നത് നമുക്കവിടെ എഴുതാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അടുത്തത് എന്താണ്? ഇഖ്ലാസിനെ കുറിച്ചുള്ള ബൈത്ത് രചിച്ചത് ആരാണെന്നാ? ആരായിരുന്നു? സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ എ എന്ന സൈനുദ്ദീൻ മഖ്ദൂം എന്നത് അവിടെ എഴുതാം. അടുത്തത് എന്താണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ്. ആരാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ്? ഓപ്ഷൻ സി, അബൂ ഖുഹാഫ എന്നിവരാണ്. അടുത്തതിന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കടാര കൊണ്ട് കുത്തി. ആരായിരുന്നു? അബൂ ലുഅ്ലുഅ. അതിൻ്റെ ഓപ്ഷൻ ബി എഴുതാം. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. ഹിജ്റ 23 ഡേഷ് മാസം 26 ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത്. ഹിജ്റ 23 ദുൽഹിജ്ജ 26 അപ്പോൾ അവിടെ ദുൽഹിജ്ജ മാസം 26 എന്ന് നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തത് ഉമറെ, താങ്കൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ഡേഷ് ആ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കും. ആരാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. എന്താണ്? താങ്കൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ഷെയ്ത്താൻ ആ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കും. അവിടെ ഷെയ്ത്താൻ നമുക്ക് എഴുതി കൊടുക്കാം. അടുത്തതെന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു നുബുവത്തിൻ്റെ ഡേഷാം വർഷം ഇസ്ലാം സ്വീകരിച്ചു. എത്രയാണ്? നുബുവത്തിൻ്റെ 6ാം വർഷം ഇസ്ലാം സ്വീകരിച്ചു. നുബുവത്തിൻ്റെ 6ാം വർഷമാണ് ഇസ്ലാം സ്വീകരിച്ചത്. അടുത്തതെന്താണ്? നാവിനെയും ഡേഷിനെയും സൂക്ഷിക്കുന്നവർക്ക് സ്വർഗം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. എന്താണ്? നാവിനെയും ഫർജിനെയും സൂക്ഷിക്കുന്നവർക്ക് സ്വർഗം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയിട്ടുണ്ട്. അടുത്തത് എന്താണ്? ലോക മുസ്ലിങ്ങളുടെ ഈമാന് ത്രാസിൻ്റെ ഒരു തട്ടിലും ഡേഷിൻ്റെ ഈമാന് മറ്റൊരു തട്ടിലും വെച്ചാൽ ഇതായിരിക്കും കൂടുതൽ തൂക്കമുണ്ടാവുക. ആരുടെ ഈമാനാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാന്. ലോക മുസ്ലിങ്ങളുടെ മുഴുവൻ ഈമാൻ ഒരു ത്രാസിൻ്റെ തട്ടിലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ മറ്റേ തട്ടിലും വെച്ചാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാനിൻ്റെ തൂക്കം കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ
സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ എന്ന് എഴുതാം. അടുത്ത ഇനി എന്താണ്? ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. തൻ്റെ സ്വത്ത് മുഴുവനും ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ച ഖലീഫ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെയാണ്. തൻ്റെ സ്വത്ത് മുഴുവനും ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ച ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അടുത്തത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വംശം ഏതായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വംശം ഏതാണ്? ബനു അദീ വംശമാണ്. ബനു അദീ വംശത്തിൽ ഹത്താബിൻ്റെയും ഹന്തമയുടെയും മകനായിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ജനിച്ചത്. അബൂ ഹസ്ഫ് എന്ന വിളിപ്പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ബൈസാന്തിയൻ സാമ്രാജ്യത്തിൻ്റെ അന്ത്യം കുറിച്ചത് ആരായിരുന്നു? ആരാ ഭരണ പ്രവർത്തനത്തിലാണത് പറയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ പ്രവർത്തനത്തിലാണ് പറയുന്നത്. അപ്പോൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഭരണപ്രവർത്തനങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ വൺ വേർഡ് ചോദ്യങ്ങളൊക്കെ വരാം, മനസ്സിലാക്കുക. അടുത്തെന്താണ്? ധാന്യ ചാക്കുമായി വരുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയുണ്ടായിരുന്ന അടിമയുടെ പേര് എന്തായിരുന്നു? ഖാദിമായ അസ്ലമും ഉണ്ടായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അസ്ലം എന്ന് പേരെഴുതാം. അടുത്തത് എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയുടെ പേരെന്തായിരുന്നു? ഉമ്മയുടെ പേര് ഹന്തമ. ഹത്താബ് പിതാവ്, മാതാവ് ഹന്തമ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്ത ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഒന്നാം ഖലീഫക്ക് സിദ്ദീഖ് എന്ന പേര് ലഭിക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചതിൻ്റെ പേരിലാണ് സിദ്ദീഖ് എന്ന പേര് ലഭിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചതിൻ്റെ പേരിലാണ് സിദ്ദീഖ് എന്ന പേര് ലഭിച്ചത്. അടുത്തത് സിദ്ദീഖിൻ്റെ ഭരണപരിഷ്കാരങ്ങളിൽ ഒന്ന് എഴുതുക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് ഒന്ന് എഴുതാനാണ്. എന്താണ്? ആഭ്യന്തര കലാപങ്ങൾക്ക് അറുതി വരുത്തിയിട്ടുണ്ട്. റോമക്കാരുടെ അധീനതയിലായിരുന്ന യർമൂക്ക് ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിലാക്കിയിട്ടുണ്ട്. നബിമാരാണെന്ന് വാദിച്ച് രംഗത്ത് വന്ന തുലൈഹത്തുൽ അസദിയ, മുസൈലമത്തുൽ കദ്ദാബ്, സജാഹി തുടങ്ങിയവരോട് പോരാടി വിജയം വരിച്ചു. അപ്പോൾ അതൊക്കെ പേരുകളൊക്കെ മനസ്സിലാക്കാം. ആരാണ് മുസ്ലിമാണെന്ന്, നബിമാരാണെന്ന് വാദിച്ച് രംഗത്ത് വന്നത് എന്നൊക്കെ മനസ്സിലാക്കാം. അടുത്തതെന്താണ്? ഹൃദയം കൊണ്ട് സംഭവിക്കുന്ന 2 ദോഷങ്ങൾ എഴുതുക. എന്തൊക്കെയാണ് ഹൃദയങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ദോഷങ്ങൾ? അന്യായമായ കോപം, പക, അസൂയ, അഹംഭാവം, ഉൾനാട്യം മുതലായവ ഹൃദയം കൊണ്ടുള്ള ദോഷങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അതുപോലെ നാവ് കൊണ്ടുള്ള ദോഷങ്ങൾ കളവ്, ഗീബത്ത്, നമീമത്ത്, പരിഹാസം എന്നിവ നാവ് കൊണ്ടുള്ള ദോഷങ്ങളാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തെന്താണ്? 3 നാശകാരികളാണ്. ഏതെല്ലാമാണവ? സലാസു മുഹ്ലിക്കാത്ത്. 3 നാശകാരികളാണ്. ഏതൊക്കെയാണ്? ദേഹേച്ഛയെ പിന്തുടരൽ, പിശുക്കിനെ അനുസരിക്കൽ, ഉൾനാട്യം എന്നിവയാണത്. 3 നാശകാരികളായത് ദേഹേച്ഛയെ പിന്തുടരൽ, പിശുക്കിനെ അനുസരിക്കൽ, ഉൾനാട്യം എന്നിവയാണത്. അടുത്തത് ഇഖ്ലാസ് എന്നാൽ എന്ത്? ഇഖ്ലാസ് എന്നാൽ എന്താണ്? അല്ലാഹു തആലയുടെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് ഇബാദത്ത് ചെയ്യലാണ് ഇഖ്ലാസ്. അപ്പോൾ തന്നെ ഒരു കാര്യം കൂടി പറയാം. എന്താണ്? ഇലാഹിനോടുള്ള സാമീപ്യം മാത്രം ആഗ്രഹിക്കുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. രണ്ടും പറയാം, മനസ്സിലാക്കാം. അടുത്ത എന്താണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം എത്രയായിരുന്നു? 2 വർഷവും 3 മാസവുമാണ് അദ്ദേഹം ഭരണം നടത്തിയത്. 2 വർഷവും 3 മാസവുമാണ്, മനസ്സിലാക്കുക. ഹിജ്റ 13-ാം വർഷം 15 ദിവസം നീണ്ടുനിന്ന പനിയെ തുടർന്ന് ജമാദുൽ ആഖിർ 29-ന് അദ്ദേഹം വഫാത്തായിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിന് 63 വയസ്സായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് തന്നെയാണ് മറവ് ചെയ്തത്. മനസ്സിലാക്കുക അതിൻ്റെ കൂടെ കേട്ടോ. അടുത്ത എന്താണ്? ഖദർ എന്നാൽ എന്താണ്?
ഖദർ എന്നാൽ എന്തെന്ന് വെച്ചാൽ ഈ ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു തആലയുടെ നിശ്ചയമനുസരിച്ചാണ് നടക്കുന്നത്. എല്ലാം അവൻ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ഖദറിൽ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. അത് ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പം അത് മനസ്സിലാക്കുക. ഈ ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു തആലയുടെ നിയമമനുസരിച്ചാണ് നടക്കുന്നത്. ഇതിനാണ് ഖദർ എന്ന് പറയുന്നത്. അല്ലാഹു തആലയുടെ തീരുമാനമനുസരിച്ചാണ് നടക്കുന്നത്. അടുത്തത് കുറിപ്പ് എഴുതാനാണ്. 5 വരിയിൽ കുറയാതെ എഴുതണം. എന്താണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ. അപ്പോൾ അത് ആ പാഠത്തിൽ പറയുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാന ഭരണ പ്രവർത്തനങ്ങൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ എല്ലാ പാഠത്തിൽ നിന്നും ഓരോ തഹസീസുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ പാഠത്തിലും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഓരോ പാഠത്തെയും ആസ്പദമാക്കി ഇതുപോലെ 5 വരിയിൽ കുറയാതെ എഴുതാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കി പഠിക്കണം. ഖദർ എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്ന് വന്നാൽ അത് എഴുതണം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണപ്രവർത്തനങ്ങളും ഇതുപോലെ വന്നാൽ മനസ്സിലാക്കി എഴുതാൻ കഴിയണം. എല്ലാ വിജ്ഞാനങ്ങളുടെയും സ്രോതസ്സാണ് ഖുർആൻ. അതിനെക്കുറിച്ച് ഖുർആനിലെ പ്രവചനങ്ങൾ, സാഹിത്യമേന്മ, സമ്പൂർണ്ണ നിയമങ്ങൾ, സ്വാധീന ശക്തി, വൈജ്ഞാനിക മേന്മ എന്നതിനെക്കുറിച്ചൊക്കെ എഴുതാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. ഖുർആൻ എന്നാൽ എന്താണ് ഖുർആൻ എന്നാൽ? ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ടതും പാരായണം ചെയ്താൽ പ്രതിഫലം ലഭിക്കുന്നതും പിഴവ് വരാത്ത വിധം നമ്മിലെത്തിയതും സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങി സൂറത്തുൻ നാസ് കൊണ്ട് അവസാനിക്കുന്നതുമായ അമാനുഷികമായ അല്ലാഹു തആലയുടെ കലാമാണ് ഖുർആൻ. അപ്പോൾ അത് മനസ്സിലാക്കി എഴുതാൻ കഴിയണം. ആ ഖുർആനിൻ്റെ ഫസ്റ്റ് പാഠത്തിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഖുർആനിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി വെക്കാൻ നമുക്ക് എഴുതാൻ വന്നാൽ എഴുതാൻ കഴിയണം. എന്താണ്? അല്ലാഹു തആലയുടെ ശക്തമായ ഭാഷമാണ്, തത്വസമ്പൂർണമായ ദിക്റാണ്, നേർമാർഗമാണ്, ഇച്ഛാനുസരണം അതിനെ മാറ്റാൻ കഴിയില്ല. വിശ്വാസികളുടെ നാവുകൾക്ക് അത് പ്രയാസകരമാവുകയില്ല. പണ്ഡിതന്മാർക്ക് പഠിച്ച് മതി വരില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് കാഴ്ച ശക്തിയും കേൾവി ശക്തിയും തന്നത് എന്തിനാണ്? കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെ? അന്യരുടെ ഔറത്തിലേക്ക് നോക്കുക, അന്യരുടെ വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കുക, മറ്റൊരാളുടെ രഹസ്യം ഒളിഞ്ഞിരുന്ന് നോക്കുക തുടങ്ങിയ ഹറാമായതൊന്നും ചെയ്യാൻ പാടില്ല. ഗീബത്ത്, നമീമത്ത്, കളവ്, അശ്ലീല കാര്യങ്ങൾ തുടങ്ങിയവ കേൾക്കലും ഹറാമാണ്. അതുപോലെ കണ്ണുകൊണ്ട് വരുന്നത്, കണ്ണുകൊണ്ടും കാതുകൊണ്ടും വരാവുന്ന എല്ലാ തിന്മകളും നാം ഒഴിവാക്കണം. ഖുർആൻ നോക്കുക, മാതാപിതാക്കളെ നോക്കുക, അല്ലാഹു തആലയുടെ സൃഷ്ടി മഹാത്മ്യം നിരീക്ഷിക്കുക തുടങ്ങിയ നല്ല കാര്യങ്ങൾക്ക് കാഴ്ചശക്തി ഉപയോഗിക്കുക. അദാന്, ഖുർആൻ പാരായണം, സതുപദേശം തുടങ്ങിയ നല്ല കാര്യങ്ങൾ കേൾക്കാൻ മാത്രമേ നാം കേൾവി ശക്തി ഉപയോഗിക്കാവൂ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പുത്രിമാരെ അദ്ദേഹം വിവാഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് കാരണം ദുന്നൂറൈൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ആരൊക്കെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിമാരായ റുഖിയ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. അവരുടെ വഫാത്തിന് ശേഷം ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെയും വിവാഹം ചെയ്തു. ദുന്നൂറൈൻ എന്ന പേരിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടിരുന്നത്. അത് അറിയപ്പെടാൻ കാരണം എന്താണ്? അവരെ 2 പേരെയാണ് വിവാഹം ചെയ്തത്. അനാഥകളെയും വിധവകളുമായി നിരവധി ആളുകളെ സ്വന്തം ചെലവിൽ അദ്ദേഹം സംരക്ഷിച്ചിട്ടുണ്ട്. 3ാം ഖലീഫയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇബ്നു സബ എന്ന ജൂതൻ മുസ്ലിം എന്ന വ്യാജേന പ്രവർത്തിക്കുകയും മുസ്ലിങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചത് ഇബ്നു സബ എന്ന ജൂതനാണ്. മനസ്സിലാക്കുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മസ്ജിദിലേക്ക് പോകാൻ പോലും അവർ അനുവദിച്ചില്ല. ദാഹജലം പോലും അവർ നിഷേധിച്ചു. 18 ദിവസം നീണ്ടു നിന്ന ഉപരോധത്തിനൊടുവിൽ ഹിജ്റ 35-ാം വർഷം ദുൽഹിജ്ജ 18 തിങ്കളാഴ്ച കലാപകാരികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ
വധിച്ചു. വഫാത്താകുമ്പോൾ 82 വയസ്സായിരുന്നു. സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. 12 വർഷം ഭരണം നടത്തിയിട്ടുണ്ട്. ഭരണ പ്രവർത്തനങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. റോഡുകളും പാലങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. സത്രങ്ങളൊക്കെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. മസ്ജിദ് നബവി വിശാലമാക്കിയിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അദ്ദേഹം വിലക്ക് വാങ്ങി ജനങ്ങളുടെ പൊതു ആവശ്യത്തിന് വേണ്ടി വിട്ടുകൊടുത്ത കിണറിൻ്റെ പേരാണ് ബിഅ്റു റൂമ. 35,000 ദിർഹം നൽകിയാണ് ജൂതൻ്റെ കയ്യിൽ നിന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ കിണർ വാങ്ങിയത്. ജിന്നുകളെ കുറിച്ചിട്ടുള്ള പാഠം നന്നായി മനസ്സിലാക്കി പഠിക്കുക. 5 വരി കുറയാതെ ജിന്നുകളെ കുറിച്ച് എഴുതാൻ വന്നാൽ എഴുതാം. നമ്മൾ മുമ്പ് ചെയ്ത ഉലൂമുദ്ദീനിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളിതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അലി റളിയല്ലാഹു അൻഹു അസദുല്ല എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. 10 വയസ്സുള്ളപ്പോൾ ഇസ്ലാം സ്വീകരിച്ചു. കുട്ടികളിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് അലി റളിയല്ലാഹു അൻഹു ആണ്. ധീരയോദ്ധാവ്, പ്രാഗൽഭിക പ്രസംഗികൻ, ഉന്നത പണ്ഡിതൻ, സാഹിത്യകാരൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം പ്രസിദ്ധനായിട്ടുണ്ട്. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ച സൂക്ഷിപ്പ് സ്വത്തുക്കൾ ഉടമസ്ഥർക്ക് നൽകാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെയാണ് ചുമതലപ്പെടുത്തിയത്. തബൂക്ക് യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്തായിരുന്നു? മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയായി നിർത്തിയത് അലി റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ എന്താണ് ഏൽപ്പിച്ചത്? അതാണ് നേരത്തെ പറഞ്ഞത്. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ച സൂക്ഷിപ്പ് സ്വത്തുക്കൾ ഉടമസ്ഥർക്ക് നൽകാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെയാണ് ഏൽപ്പിച്ചത്. ബനു ഹാഷിം വംശത്തിലെ അബൂ ത്വാലിബിൻ്റെ മകനായിട്ടാണ് അലി റളിയല്ലാഹു അൻഹു ജനിച്ചത്. ഫാത്തിമയായിരുന്നു ഉമ്മ. ഹൈദർ, അസദുല്ല എന്നീ സ്ഥാനപ്പേരുകളിൽ അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. റമദാൻ 17 അലി റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരത്തിന് ഇറങ്ങുമ്പോൾ അബ്ദുറഹ്മാൻ ബിൻ മുൽജിം അവർ വെട്ടുകയായിരുന്നു. 3-ാം ദിവസം അദ്ദേഹം വഫാത്തായി. ജനാസ കൂഫയിലാണ് മറവ് ചെയ്തത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതൃകയായിരുന്നു അദ്ദേഹം പിന്തുടർന്നത്. സംഭവബഹുലമായ അദ്ദേഹത്തിൻ്റെ ഭരണകാലം 4 വർഷവും 9 മാസവുമായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്തോടെ ഖിലാഫത്തിൻ്റെ സുവർണകാലം അവസാനിച്ചു. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിൽ ചോദ്യപേപ്പറിൻ്റെ കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.